ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ക്രീപ്പി പാസ്ത ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല ഒരു ഡാർക്ക് വൈബായിട്ട് ഇരിക്കുന്ന. അപ്പോൾ ഒരു മിനിറ്റ് സ്റ്റെപ്പ് വരെ. ഓക്കെ, നമ്മൾ ഈ കഥ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു 3 ഫ്രണ്ട്സായിട്ടാണ്. അപ്പോൾ ഞാൻ കഥ തുടങ്ങുന്നതാണ്. ഒരു ദിവസം 3 കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു പ്രൈവറ്റ് സർവർ ഉണ്ടാക്കിയാണ്. അവർ പൈസ ഇങ്ങനെ പിരിച്ച് ആണ് ഈ സർവർ ഉണ്ടാക്കിയ ഒരു ആളെ കൊടുത്തത്. അപ്പോൾ അയാൾ അന്നിട്ട് ബിസി ആയിരുന്നു. അയാൾക്ക് എവിടെ പോകണം, അങ്ങനെ ഇത്തിരി അയാൾ ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അയാൾ വേഗം ചടയെന്ന് ഇങ്ങനെ വേഗം ഉണ്ടാക്കിയാണ് ചെയ്ത. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കോഡിങ്ങൊക്കെ മൊത്തം തെറ്റിപ്പോയി. ഒരു മിനിറ്റ് രാത്രി പോയി. ഓക്കെ, അപ്പം ഈ കോഡിങ്ങൊക്കെ മൊത്തം ഇങ്ങനെ ചടപ്പുള്ള ആയിപ്പോയി. അപ്പം എന്തിനാണ് മൊത്തം തെറ്റിപ്പോയി. പക്ഷേ കുറേ ബഗ്ഗുകളും പിന്നെ ഈ പഴയ സ്ട്രക്ചറൊക്കെ ഇങ്ങനെ ആവാൻ തുടങ്ങി. പഴയ ബഗ്ഗും പിന്നെ പഴയ സ്ട്രക്ചറൊക്കെ ഉണ്ട്. പഴയ പഴയ വില്ലേജ് അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അവൾ അതിൽ കളിക്കാൻ തുടങ്ങി. അവളിൽ ഒരുത്തൻ്റെ പേര് ഒരുത്തൻ്റെ പേര് എന്നാണ്, അടുത്തവൻ്റെ പേര് എക്കോ എന്നും, അടുത്തവൻ്റെ പേര് ഏജൻറ്റ് കാൾ എന്നുമാണ്. അപ്പോൾ നമുക്ക് ഏജൻറ്റ് കാളിനെ നമുക്ക് കാളിൽ വിളിക്കാം. അപ്പോൾ അവർ അതിങ്ങനെ ഒരു 3 പേരും അതിൽ നമ്മളെ സർവ്വത കയറിയിട്ട് ഫസ്റ്റ് നമ്മളൊരു ഇതിലൊക്കെ കയറി അങ്ങനെ മരം വെട്ടി സ്റ്റോണൊക്കെ പിക്കാക്സും എല്ലാം ആയി അയണൊക്കെ ആയി അവരേക്ക് അയൺ ആർമറും എല്ലാം അവർ സെറ്റ് ആക്കി. അതിൽ അങ്ങനെ അവർ പറഞ്ഞ് നമുക്ക് ഒരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബേസൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവരൊരു ചെറിയൊരു ബേസ് അവർ ഉണ്ടാക്കി. ഒരു മേൽക്കൂരയൊക്കെ ഉള്ളൊരു മേൽക്കൂരയല്ല, ഒരു ടെറസൊക്കെ ഉള്ളൊരു ബേസ് അവർ ഉണ്ടാക്കി. അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിൽ നമുക്ക് മൈന് പോവാം. ഇപ്പം നമ്മൾ അയണല്ലേ ആയോളൂ, നമുക്ക് ഡയമണ്ട് സാധനങ്ങൾ കൂടി ആയാലേ നമുക്ക് കുറച്ച് കൊള്ളാവൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അവരൊന്ന് അതിൽ അടുത്തായിട്ടുള്ള എക്കോ പറഞ്ഞ് എടാ അത് ഓക്കെ മൈനിനൊക്കെ പോവാം, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു ചെറിയ ബഗ്ഗൊക്കെ ഉണ്ട്, ചിലപ്പോൾ ക്രീപ്പർ ഒന്ന് പൊട്ടാനും അതേപോലെ തന്നെ നമ്മൾ 5 ദിവസമൊക്കെ ഉറങ്ങിയില്ലെങ്കിൽ ഈ ഫാനത്തൊക്കെ ഒന്ന് ചുമ്മാ ചടങ്ങാവും. അതുകൊണ്ട് ഞാൻ അവിടെ ഉറങ്ങാനും ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ഗാർഡ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളെക്കോ അവിടെ നിന്ന്. അപ്പം കാളും ഏനും മൈൻ ചെയ്യാമെന്ന് പറഞ്ഞ് കാളും ഏനും പോയി. അപ്പം നമ്മൾ കാളും ഏനും മൈൻ ചെയ്യാൻ പോയി. അവൻ രാത്രിക്കായി. പിന്നെ ചെറുതായി ബേസിൻ്റെ ചില അപ്ഡേറ്റൊക്കെ നടത്തി. ബേസ് ചെറുതായിട്ടൊന്ന് വലുപ്പമൊക്കെ വെപ്പിച്ചു. ചെറിയ ബേസായിരുന്നു അവരുണ്ടാക്കിയ. ചെറുതായിട്ട് അവരത് അപ്ഗ്രേഡൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ അതിങ്ങനെ സാധാരണ പോയി നിൽക്കുകയായിരുന്നു. വേഗം അവർ റെൻഡർ ഡിസ്റ്റൻസ് കുറച്ചിട്ടിട്ടായിരുന്നു ഞാൻ പറഞ്ഞ കോഡിങ് ചില പ്രശ്നമൊക്കെ ഉണ്ടെന്ന്. അപ്പം അതുകൊണ്ട് അവർക്ക് ഈ റെൻഡർ കൂട്ടിയിട്ടാൽ അവർക്ക് മോപ്പ് മോണിങ്ങൊക്കെ ഭയങ്കരത്തിൽ കുറവായി പോകണമെന്നൊക്കെ അങ്ങനെ തോന്നിപ്പോയി. അപ്പോൾ അവരെന്ത് ചെയ്ത് ഈ റെൻഡർ ഡിസ്റ്റൻസ് കുറച്ചായിരുന്നു ഇട്ടിരുന്നത്. അപ്പം ഈ റെൻഡർ ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് അവർക്ക് ഈ ഫോഗ് ഒരു ടെക്സ്റ്റർ ഉണ്ടല്ലോ, ഈ പണ്ടത്തെ ഇതൊക്കെ ആയിരുന്നു. പണ്ടൊരു ഫോഗ് ഉണ്ടല്ലോ, ആ ഫോഗിൻ്റെ ഒരു ഇതായിപ്പോയി. അപ്പോൾ ആ ഫോഗിൻ്റെ ഇടയിൽ നമ്മളെക്കോ വേഗം ഒരു രൂപത്തിനെ കാണുകയാണ്. ഒരു ബ്ലാക്ക് കളറിൽ
ഏതാണ് ബ്ലാക്ക് കളറിലും ഈ രക്തമൊക്കെ പറ്റി എല്ലൊക്കെ വെളിയിൽ വന്ന ചുമന്ന കണ്ണിലൊക്കെ ഉള്ള ഒരു രൂപത്തിനെ നമ്മളെ എക്കോ കാണുകയാണ്. പക്ഷേ എക്കോയ്ക്ക് അത് വ്യക്തമായില്ല. എന്താണ് എക്കോയ്ക്ക് അത് വ്യക്തമായില്ല. ഇങ്ങനെ ചുമന്ന കണ്ണുള്ള ഒരു കറുത്ത രൂപം, നള്ളിനൊക്കെ പോലൊരു ഒരു നള്ളിനെ പോലുള്ള ഒരു രൂപം പോലെയാണ് നമ്മൾ എക്കോ കണ്ട. അപ്പം നമ്മൾ ആരെയാണ് പേരൊന്നും അവൻ്റെ ഏജൻറ്റിൻ്റെ ഡ്രസ്സും അങ്ങനെയാണ്, ഒരു എൻഡർബാൻ്റെ അങ്ങനത്തെ ഒരു സ്കിന്നാണ്. അപ്പോൾ പറഞ്ഞാൽ നിങ്ങളെന്താ എൻ്റെ വാച്ച് ചെയ്യുന്നതാണ് എക്കോ ഇങ്ങനെ ചാറ്റിലിട്ട്. അപ്പോൾ നമ്മൾ വാച്ച് ചെയ്യില്ല, നമ്മളിപ്പോഴും മൈൻ്റെ അടിയിലാണ്, നീ വേണമെങ്കിൽ വന്ന് നോക്ക് എന്ന് എക്കോൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എക്കോ ഒത്തിരി താഴെ ഇറങ്ങിയപ്പോൾ തന്നെ നോക്കുമ്പോൾ അവർ രണ്ടുപേരും നെയിം ടാഗ് കണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നിയിരിക്കും ചിലപ്പോൾ എന്നുള്ളത്. അവൻ വീണ്ടും ഇത് അപ്പോൾ ശലം കഴിഞ്ഞ് എന്താണ് നമ്മളെ ഏജൻറ്റ് കാൾ പറഞ്ഞ് എടാ വാടാ പോവാ, ഇത്രയൊക്കെ മതിയാവും നമുക്ക് ഒരാൾക്ക് ആമ ഉണ്ടാക്കാനുള്ള ആയെന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ടൂസിനുള്ളതായി ഒരാൾക്ക് ആമ ഉണ്ടാക്കാനുള്ള ആയെന്ന് നമ്മളെ കാള് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മളെ പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ വരെയാണ്. അപ്പം വേഗം എക്കോ വീണ്ടും ആ രൂപത്തിനെ വീണ്ടും അവൻ കാണുകയാണ്. നേരത്തെ അവൻ നേരത്തെ അവൻ വീട്ടിന് വെളിയിൽ നിന്നപ്പോഴാണ് കണ്ടത്. ഇപ്പം ടെറസിൻ്റെ മണ്ടയെന്ന് നോക്കിയപ്പോൾ കാണുകയാണ്. വീണ്ടും അത് നിങ്ങളിപ്പോൾ മണ്ടയിൽ വന്നിരിക്കുകയില്ലെന്ന്. അപ്പം പറഞ്ഞു നമ്മൾ മണ്ടേ വന്നിരിക്കുകയില്ല, നമ്മൾ മൈൻഡ് അവിടെ തന്നെയാണ് എന്നാണ് നമ്മൾ എക്കോ വീണ്ടും പറഞ്ഞത്. എക്കോ അല്ല ഏനും കാളും വീണ്ടും പറഞ്ഞു നമ്മൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ വരാൻ പോണേ ഉള്ളൂ, നമ്മൾ വഴി കണ്ടുപിടിക്കരുത്, കുറേ സ്ലിപ്പ് മൈൻഡ് ചെയ്ത് അതുകൊണ്ട് വഴി കണ്ടുപിടിക്കാൻ ഒത്തിരി ടഫായിരിക്കുന്നു. അപ്പം നമ്മൾ എക്കോ മണ്ടയിൽ ടെറസിൽ നിന്ന് നോക്കിയിട്ട് താഴെ നിന്നാണ് ചാറ്റ് ചെയ്തത്. അപ്പോൾ വേഗം എക്കോ വന്ന് അവിടെ നോക്കുമ്പോൾ ആ രൂപത്തിനെ വീണ്ടും കാണുന്നില്ല. അപ്പം എക്കോ ഈ രണ്ടു വട്ടം ഇത് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഈ എക്കോ ഇങ്ങനെ ചോദിച്ചുകളെ ഞാൻ ഒരു രൂപത്തിനെ കണ്ട്, അതിങ്ങനെ ഒരു കറുത്ത ഇതായിരുന്നു, കറുത്തതിൻ്റെ ഇടയ്ക്ക് ഒരു ചുമന്ന ഇതൊക്കെ പോലെ എനിക്ക് തോന്നി എന്നൊക്കെ പറയും. അപ്പം നമ്മളെ ഈ കാളാണ് ഇത് ഉണ്ടാക്കാൻ കൊടുത്തത്, സർവർ ഉണ്ടാക്കാൻ കൊടുത്ത കാളാണ് എനിക്ക് പറയുന്നത് കാളാണ്. അപ്പം അവൻ പറഞ്ഞ് എടാ ചേട്ടന്മാർ ബിസിയാണ്, അപ്പം എവിടെയോ ചെറിയൊരു ഒരു കോഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അപ്പം അതുകൊണ്ട് മിക്കവാറും അതിൻ്റെ വല്ല പ്രശ്നമായിരിക്കും, നിനക്ക് തോന്നുന്നതായിരിക്കും, നമ്മളെ സ്കിൻ തന്നെ അവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ നിനക്ക് തോന്നുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അവർ നമ്മളേലും കാളും എല്ലാം മണ്ടയിൽ വന്ന് ഓക്കെ അങ്ങനെ അവർ നിൽക്കുകയാണ്. വേഗം ഒരു എന്തേ വോയിഡ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വേഗം ജോയിൻ ആയെന്ന് എൻ്റെ തെളിച്ച്. അപ്പം നമുക്ക് എന്തേ വോയിഡ് എന്ന് പറയണ്ട, നമുക്ക് വോയിഡ് എന്ന് പറയാം. എന്തേ വോയിഡ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഇതായി. അപ്പം അവർ ഇതായിരുന്നു. അപ്പം അവൻ കയറിയിട്ട് ഈ ഫോണിൻ്റെ ഇച്ചിരി ദൂരെയാണ് അമ്മമാർ ഇതുണ്ടാക്കിയ എൻ്റെ പേരൊന്നുമില്ല ബേസ് ഉണ്ടാക്കിയ. അപ്പം എന്തേ കൂടെ ചോദിച്ച് എടാ നിങ്ങളെ ബേസ് എവിടെയെന്ന് എന്തേ കൂടെ ചാറ്റ് ചെയ്തിട്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായ അവരെ നാലാമത് ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, എന്തേ പോയിടെന്ന് പറഞ്ഞ കൂട്ടുകാർ. അപ്പോൾ അവർ നമുക്ക് പോയിടെന്ന് തന്നെ വിളിക്കാം. അപ്പോൾ നമ്മൾ പോയിഡ് അങ്ങനെ വരെയാണ്. അപ്പോൾ ഇവരൊരു അനാർച്ചി സർവൈവ് കളിക്കുന്ന കൂട്ടുകാരാണ് ഈ വോയിഡും ഇവരെല്ലാവരും. അപ്പം അങ്ങനെ നിന്ന് ഇവരിങ്ങനെ പോവുകയാണ്. ഓക്കെ അപ്പം ഗൈസ് നമ്മളെ എക്കോ അവൻ്റെ നമ്മൾ ബേസിൻ്റെ ബേസിൻ്റെ കോഡ്സ് പറഞ്ഞു വിളിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ എന്തേ പോയിട്ട് അവിടെ എത്തി. അവരെ ബേസിൻ്റെ അടുത്ത് എത്താതായി. നേരത്തെ പറഞ്ഞില്ല എല്ലാവരെയും എൻ്റെ അത് കുറച്ചിട്ടിരിക്കുക, അതുകൊണ്ട് ആ ഫോഗിൻ്റെ ഒരു ബഗ്ഗും ഉണ്ട്. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. ആ നേരത്തെ അവർ ബേസ് ചെറുതായിട്ട് അവർക്ക് എന്തേ പോയിടിഞ്ഞ് കാണാൻ പറ്റിയ. അപ്പോൾ വേഗം ആ രൂപം വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ഗൈസ്.
എക്കോ കണ്ട സെയിം രൂപം വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പം നമ്മുടെ എന്തേ പോലെ ഓന് എടാ എനിക്ക് നിൻ്റെ സ്കിന്ന് കാണാം, നീ വെളിയിക്കല്ലേ, എനിക്ക് എന്നെ കാണാം. അപ്പം നമ്മളെ കാലും ഏനും താഴ്ന്ന് മൈനിന്ന് വരുന്നേ ഉള്ളായിരുന്നു. അപ്പം കാളും ഒരു എടാ അല്ലാതെ എക്കോ ഓണെന്ന് നമ്മൾ കാള് പറഞ്ഞു. അപ്പോൾ അവന് അല്ലാതെ എനിക്ക് നിൻ്റെ സ്കിന്നിനെയാണ് കാണാൻ പറ്റിയതാണ് അവൻ പറഞ്ഞത്. ഈ ഫോഗിൻ്റെ ഇടയിൽ കണ്ടപ്പോൾ വിചാരിച്ച് നമ്മൾ കാളിൻ്റെ സ്കിന്നാണെന്നാണ് നമ്മൾ എന്തേ പോലും പിന്നെ എക്കോയും വിചാരിച്ചത്. അപ്പം നമ്മൾ എക്കോ വേഗം വീട്ടിൽ വെളി ഇറങ്ങി എന്നിട്ട് പറഞ്ഞ് എടാ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കാള് വീണ്ടും നേരത്തെ പറഞ്ഞ ആ സെയിം സാധനം തന്നെ വീണ്ടും പറയുകയാണ്. എടാ അത് അത് വീണ്ടും നേരത്തെ എക്കോയും കണ്ടായിരുന്നു. അതൊരു ചെറിയ കോളിങ്ങിൻ്റെ പ്രശ്നമാണ്. ഇതുണ്ടാക്കിയ ആൾ ഇത്തിരി ബിസി ആയതുകൊണ്ട് ചെറിയൊരു കോളിങ്ങിൻ്റെ പ്രശ്നം വന്നത് ആ ബ്രോ പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഫോഗിങ്ങിൻ്റെ ഒക്കെ പ്രശ്നമൊന്നും അവൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ കുഴപ്പമില്ല, അത് നമുക്ക് സീനല്ലല്ലോ എന്ന് പറഞ്ഞ് അവർ വീണ്ടും കളിച്ചു തുടങ്ങിയപ്പോൾ അവരൊക്കെ എല്ലാം ടൂൾസ് ആർമറും എല്ലാം ഡയമണ്ടിൻ്റെ അല്ല നമ്മൾ അയണിൻ്റെ ആർമറൊക്കെ എല്ലാം ആയി എല്ലാവർക്കും. അപ്പം നമ്മളെ കാള് പറയുന്നു എടാ നമുക്ക് എന്തേ പോയിട്ട് പറയുന്നത് എടാ നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണ്ടേ, നമുക്ക് ബ്രീഡതൊക്കെ സെറ്റാക്കണ്ടേ, നമുക്ക് നെതറിലൊക്കെ പോയി മൊത്തം സെറ്റാക്കി അങ്ങനെയൊക്കെ കൊല്ലണ്ടേ എന്നൊക്കെ പറയുന്നു. അവർ ഗോളെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ സർവറിൽ അവർ കളിച്ച് എൻ്റെ ഡ്രാഗനെ കൊല്ലുന്നതാണ് അവരൊരു ഗോള്. അപ്പം ആ ഗോള് വേഗം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ പറയുന്നത്. ഓക്കെ, ചെറിയ പ്രശ്നമുള്ളൂ. എൻ്റെ അതിനകത്തിൻ്റെ കാര്യം പോലും അതാണ് ഞാൻ റെക്കോർഡ് ഓഫാക്കി പോയത്. ഇതെന്തേരി നമ്മൾ കഥേൻ്റെ മൂഡ് പോയിരുന്നത് എവിടെയൊന്ന് നിർത്തിയ നമുക്ക് അവരൊക്കെ വില്ലേജ് കണ്ടുപിടിക്കുക, അവരെ ഗോൾ എൻ്റെ അങ്ങനെ കൊല്ലാം എന്നാണ്. അപ്പം നമുക്ക് വേഗം വില്ലേജ് അത് കണ്ടുപിടിച്ച് അവരെ ഇന്ന് എൻചാൻറ്റ് സാധനമൊക്കെ ഒപ്പിക്കാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മൾ എന്തേ പോലും എല്ലാവരും അത് കണ്ടുപിടിക്കാം എന്നാണ് എല്ലാവരും കണ്ടുപിടിക്കാതെ പോയി. അപ്പം പലരും പല വഴിക്കാണ് ഇത് പോയാൽ അവർ ഈ കോർഡിനേറ്റ്സ് പറയാമല്ലോ അവർക്ക്. അങ്ങനെ അവസാനം പോയി അവസാനം കണ്ടുപിടിക്കുകയാണ് ഒരു വില്ലേജ്. അപ്പം അതും ഒരു ഫോഗിൻ്റെ ഇടയിലാണ് കണ്ടുപിടിച്ച് എല്ലാവരും വന്നിട്ട് അത് പോവാമെന്നാണ് അവർ വിചാരിച്ചത്. അപ്പം എല്ലാവരും വന്ന് അപ്പം അവരെല്ലാവരും കൂടി അങ്ങോട്ട് കയറുകയാണ്. പക്ഷേ പ്രശ്നം അവളെന്നാണ് തുടങ്ങുന്നത്. അവർ കളിക്കുന്ന ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതായിരുന്നു 1.20 വേർഷനിൽ കളിക്കുന്ന അവരൊക്കെ കിട്ടിയ വില്ലേജ് എന്ന് വെച്ചാൽ പണ്ടത്തെ വില്ലേജ് എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പം ചില ഇത് വരുമല്ലോ ലക്കി ക്രാഫ്റ്റ് അങ്ങനെയൊക്കെ അതിൽ പണ്ടത്തെ വേർഷൻ്റെ മരവും വുഡും അങ്ങനത്തെ കണ്ട അതപ്പോന്ന് അങ്ങനത്തെ ഒരു ഇതൊക്കെ അല്ലേ വരുന്ന. അപ്പോൾ അതിലൊക്കെ വരുമ്പോഴത്തെ ഈ വില്ലേജൊക്കെ വെച്ചാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ കാള് വീണ്ടും പറയുന്നത് കോഡിങ്ങിൻ്റെ പ്രശ്നമാണ്, കുഴപ്പമില്ല നമുക്ക് ഇവിടെ വില്ലേജസ് ഉണ്ടാകുന്ന നോക്കിയാൽ പോലെയായിരുന്നു. അപ്പോൾ അവർ വീണ്ടും വേറൊരു സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യം കാണുന്നത് ചോര. ഈ ചോര അവിടെ കാണുന്നത് എത്തോളം ചോര പോലെ ഇട്ടിരിക്കുന്ന അവർ കാളയാണ്. അപ്പോൾ അവർ ഒന്നും കൂടി അവർ എക്കോവിൻ്റെ അടുത്തും കാലിൻ്റെ അടുത്തും അവർ രണ്ടുപേരും ചോദിക്കുക എന്തേ പോലെ ഏനും ചോദിക്കുകയാണ്. കാരണം ഏനും എന്തേ പോലും കളിക്കാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ പണ്ടത്തെ വേർഷൻ നല്ല അവർ കളിക്കാൻ തുടങ്ങിയ മൈൻക്രാഫ്റ്റ് കൂടുതൽ വിറ്റൊക്കെ പോയ ആ സമയത്ത് അവർ ഇങ്ങനെ ഫേമസ് ആയി അങ്ങനെ കളിക്കാൻ വന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ട് അവരിങ്ങനെ കളിക്കാൻ വന്ന ആൾക്കാരാണ്. പക്ഷെ എക്കോയെ അവരും പണ്ടേ കളിക്കാൻ തുടങ്ങി. അപ്പോൾ അവരത് ചോദിച്ചു. അപ്പോൾ അവരുടെ മകനോട് എനിക്ക് ഓർമ്മയില്ല, ചിലപ്പോൾ കാണുമായിരിക്കും, നമുക്കൊരു വീഡിയോയിൽ നോക്കാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവരോട് അത് വേണ്ട, ഇനി ഇതിന് മാത്രം എന്തിനാ വീഡിയോ ഒക്കെ നോക്കുന്ന, ഇനി പോകണ്ട, നമുക്കിത് തന്നെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ നോക്കിയപ്പം അവിടുത്തെ വില്ലേജേഴ്സൊന്നുമില്ല. എല്ലാ വീട്ടിൻ്റെ സൈഡിൻ്റെ അവിടുത്തെ എഴുതി വെച്ചിരിക്കുകയാണ്
Identity 4501 എല്ലാവരെയും എല്ലാ വില്ലേജസിനെയും കൊണ്ടുപോയിരിക്കുകയാണെന്ന് അങ്ങനെയാണ് എഴുതി വെച്ചത്. Identity 451 എല്ലാ വില്ലേജസിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നതാണ് അതിൻ്റെ അകത്ത് എഴുതുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അവരെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവരെ വില്ലേജ് ഇതെന്ത് ഇങ്ങനെ ഈ കോഡിങ് തെറ്റിയത് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന എന്നൊക്കെ അവർ ചോദിച്ച്. അതിൻ്റെ അകത്ത് എനിക്ക് ഡൗട്ടുണ്ട്. എനിറ്റിറ്റി എന്ന് എഴുതിയിട്ടുള്ളത് ഡൗട്ടുണ്ട്. അപ്പോൾ ആ സൈൻ ബോർഡ് എനിറ്റിറ്റി എന്ന് കാണൂല എനിക്ക്. ചിലപ്പോൾ 4501 അങ്ങനെയൊക്കെ ചിലപ്പോൾ കാണും. കാരണം നമ്മൾ ആദ്യം അവർ അതിൽ എനിറ്റിറ്റി ഇടൂല, ഈ ഒരു ഇങ്ങനെയൊക്കെ കാണും, നമ്പേഴ്സൊക്കെ കാണും. അങ്ങനെയൊക്കെ എൻ്റെ ഒരു അറിവിൽ നമുക്കങ്ങനെ അങ്ങനെ അവർ ആ വില്ലേജിൻ്റെ സസ്പീഷ്യസ് തോന്നിയിട്ട് അവർ വേറെ എത്തി അങ്ങോട്ട് ദൂരോട്ടേക്ക് അവർ പോവുകയാണ്. അങ്ങനെ അവർ ദൂരോട്ടേക്ക് ഇച്ചിരി ദൂരോട്ടേക്ക് പോയപ്പോൾ അവരൊരു വീട് കാണുകയാണ്. വീട്ടിലെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദിസ് ഈസ് Identity 4501 ഹൗസ് എന്ന്. അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ചെളിയും വുഡും കണ്ട മിക്ക സാധനവും എന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ പൊട്ടിച്ചൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന അങ്ങനെ മിക്ക സാധനവും അതിനകത്ത് ഉണ്ട്. മണ്ടയിൽ 2-3 സ്റ്റോണ് അങ്ങനെയൊക്കെ, കോബിൾ സ്റ്റോണ് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. ചളിയും എല്ലാം ചളപുളാണ്. വുഡെന്ന് വെച്ചാൽ ഓക്ക് പ്ലാന്റ്സ് ആയിട്ടൊന്നും അല്ല അതിൻ്റെ അകത്ത് ഇട്ടിരുന്നത്. അതിൻ്റെ അകത്ത് മൊത്തം വുഡായിട്ടൊക്കെ ഇരുന്ന് അതിൻ്റെ അകത്ത് ഇട്ടിരുന്നത്. അപ്പോൾ അവരിതെന്താ ഇങ്ങനെ ഈ കോഡിങ് പ്രശ്നമായി ഇങ്ങനെയൊക്കെ വരുമോ എന്ന് നമ്മുടെ ഏനും എക്കോയൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞാൽ എനിക്കിതൊന്നും അറിയത്തില്ല, ഇതെന്താ ഇങ്ങനെയെന്നൊന്നും എനിക്ക് അറിയത്തില്ല, അത് അയാളെന്തോ പ്രശ്നം ചെയ്തതാണ്, ഇതെന്താ പ്രശ്നം എനിക്ക് അറിയത്തില്ല എന്ന് നമ്മളെ കാട് പറയും. അപ്പം ഇതേപോലൊന്നും ഇതെന്തോ ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. നമുക്കിപ്പോൾ നമ്മളെ ബേസിലോട്ട് തന്നെ പോകാമെന്ന് തോന്നി. അങ്ങനെ ബേസിലോട്ട് പോകാൻ നേരത്താണ് അടുത്ത പ്രശ്നം. ബേസിൻ്റെ കോഡ് ആർക്കും അറിയത്തില്ല. പക്ഷേ ഭാഗ്യത്തിന് നമ്മുടെ എന്തേപോയിട്ടും ഏനും അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തേപോയിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. AN ഗെയിമിംഗ് ആയിരുന്നെങ്കിൽ ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനം കണ്ടുപിടിക്കുമ്പോഴും അവർ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വില്ലേജ് കണ്ടുപിടിച്ചപ്പോൾ വില്ലേജ് കോഡ്സ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചു. അപ്പോൾ ഇതിന് എഴുതാൻ ഈ ബോബീൻ്റെ ഇത് എഴുതാൻ പോച്ച ബോബിയാണ്. ഈ Identity 4501 ഇത് എഴുതാൻ പോയപ്പോഴാണ് അവർ ഈ കാര്യം പറയുന്നത്. അപ്പോൾ നമ്മളെ AN ഗെയിമിംഗ് അത് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവർ വെയ്സിൽ ചെന്ന് ആ ഫോഗിൻ്റെ ഒരു അവിടെ ഒരു ഇതാവുകയാണ്. അപ്പോഴാണ് വേഗം അവരടുത്തോട്ട് ചെല്ലും തോറും ഒരു ലൈറ്റിംഗ് സ്ട്രൈക്ക് ഒറ്റ അടിച്ച് അവിടെ വീടൊന്ന് കത്തുന്നു. പക്ഷെ അത് വ്യക്തമായിട്ടത് മനസ്സിലാവും ഒരാൾ ഫ്രണ്ട് ആൻഡ് സ്റ്റീലിട്ട് കത്തിച്ചേരുന്നു. അങ്ങനെ വീണ്ടും ടോ 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 എന്ന് പറഞ്ഞ് ഒരു 5-6 ഇടിമിന്നൽ വന്ന് അവിടെ പതിച്ചിടും. വേഗം ആ എനിറ്റിറ്റി വരെയാണ്. Identity 4501 അവർ വന്ന് അതിൻ്റെ മണ്ടയിൽ അത് പ്രത്യക്ഷപ്പെട്ട് വരും. വേഗം ആ Identity 450 പറയാണ് ചാറ്റിൽ, ദിസ് ഈസ് മൈ വേൾഡ്, ഡോണ്ട് പ്ലേ വിത്ത് മീ, എക്സിറ്റ്. അപ്പോൾ തന്നെ ആ 4 പേരും ആ സർവറിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. അതേപോലെ തന്നെ അവരൊക്കെ പിന്നെ ആ സർവറിൽ കയറാനും പറ്റുന്നില്ല. എഴുതി കാണിച്ചത് ഇങ്ങനെയാണ്: ഈ സർവർ Identity 450 നിങ്ങൾക്ക് അതിൽ കയറാൻ അവകാശമില്ല എന്ന്. അപ്പോൾ ഈ Identity 4501 സ്കിൻ ഏതാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് Identity 45001.
അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് എനിക്ക് അറിയത്തില്ല. ഇത് പക്ക ഫേക്കാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് എൻ്റെയൊക്കെ പേര്. അപ്പോൾ ഞാനൊരു ഇങ്ങനെ മൾട്ടിപ്ലെയർ കളിക്കുന്നുണ്ട്. അതിൽ എൻ്റെ അനാർച്ചി സെർവറിൻ്റെ പേര് MX സീസൺ 4 എന്നാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ചെയ്യാം. അതിൻ്റെ IPയും പോർട്ടും ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും നമ്മളെ അനാർച്ചി സെർവറിൽ കയറാൻ MX സീസൺ 4 എന്നാണ് പേര്. അപ്പോൾ അതിൽ എൻ്റെ ടീമാണ് ഇവർ ഇത്രയും പേരും. അപ്പോൾ അവരെ വെച്ചൊരു സ്റ്റോറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് പക്ക ഫേക്കാണ് ഗൈസ്. അപ്പോൾ വേറെ ഏതെങ്കിലും ക്രീപ്പി പാസ്ത വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ഇനി ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്ന ഹീറോബിൻ്റെ ഐഡൻറ്റിറ്റി ട്രിയോ ട്രീൻ്റെ അങ്ങനെയൊക്കെ ആണ് ഞാൻ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഗൈസ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറയുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അനാർച്ചി സെർവറിൽ കയറാൻ കത്തിക്കുക.